പ്രധാനപ്പെട്ട പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുകയാണ് 19-ാം തീയതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത് വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപട്ടണങ്ങളിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ITS മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പൊതുവായ കോമൺ കോവർക്കിംഗ് സ്പേസാണ്. കൊട്ടാരക്കരയിൽ നമ്മൾ ഏകദേശം 150ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണ് ഡെവലപ്പ് ചെയ്ത് BSNLന്റെ ഓഫീസ് 10 വർഷത്തേക്ക് ലീസ് എടുത്ത് അത് മൊത്തം വർക്ക് ചെയ്ത് 24 മണിക്കൂറും വൈദ്യുതി, ജനറേറ്റർ സപ്പോർട്ടഡ്, 24 മൊത്തത്തിൽ ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സൗകര്യം, AC, ഇങ്ങനെയുള്ള സൗകര്യത്തോടുകൂടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് 4 സീറ്റ്, 8 സീറ്റ്, 12 സീറ്റ്, അങ്ങനെ പല സീറ്റുകളെടുത്തിട്ട് ആൾ വർക്ക് ചെയ്യും. ഈ വർക്ക് നിയർ ഹോമിന്റെ അതിനുള്ള വാടക തന്നെ മറ്റുള്ള നഗരങ്ങളെക്കാളും ചെറിയ വാടകയ്ക്കായിരിക്കും. അപ്പൊ അത് ഈ ഗ്രാമപ്രദേശങ്ങളിലോ ചെറുപട്ടണങ്ങളിലാണ് എന്നുള്ളതുകൊണ്ട് അന്തർദേശീയമായ കണക്ഷൻ ഇല്ല എന്ന് കരുതരുത്. കാരണം അന്തർദേശീയമായ വലിയ കമ്പനികളിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം. വർക്ക് നിയർ ഹോമിന് മുമ്പ് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നത്. ആ വർക്ക് ഫ്രം ഹോമിന്റെ ഘട്ടത്തിലാണ് നമ്മുടെ എല്ലാ നാട്ടിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് പരിപാടി. 5000 കോടിയുടെ എങ്കിലും വരുമാനം അഡീഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്ക് ഇത്തരം ജോലി വഴി ഉണ്ടാകുന്ന തരത്തിലൊരു പദ്ധതിയാണ്. അപ്പോൾ കൊട്ടാരക്കരയിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളും പൂർത്തിയായി വരുന്നുണ്ട്. നമുക്കിവിടെ ഇപ്പം തന്നെ ഇത് ആരംഭിക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു 80 അടുത്ത് സീറ്റുകൾ, 1150 80 സീറ്റുകൾ ബുക്ക് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ആൾ വന്നു. കൂടുതൽ ആൾ വരും. അതിപ്പോൾ അടുത്ത് തന്നെ നിലവിലുള്ള സൗകര്യങ്ങൾ അവർ പൂർത്തീകരിക്കും. അത് ഈ നാട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. ചിലരാണെങ്കിൽ ഇവിടുന്ന് തന്നെ റിക്രൂട്ട് ചെയ്യുന്നത്, ചിലരാണെങ്കിൽ ഇവിടുത്തെ തന്നെ സ്റ്റാർട്ടപ്പുകളും ഇവിടുത്തെ തന്നെ പുതിയ കമ്പനികളും ഒക്കെ ചെയ്യുന്നുണ്ട്. സോഹോ കോർപ്പറേഷൻ, അതിന്റെ സ്ഥാപനം 250 സീറ്റുകളുള്ള സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കര വന്നതോടുകൂടി നമുക്ക് വലിയൊരു വിശ്വാസ്യത വന്നു. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണെന്ന് മാത്രമല്ല, അമേരിക്കയിലെ ഉൾപ്പെടെ അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഓഫീസും അക്കൗണ്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയറും മറ്റും ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ് സോഹോ. അപ്പോൾ അവര് കൊട്ടാരക്കര പോലെ ഒരു ചെറു പട്ടണത്തിൽ വന്ന് ആരംഭിക്കണമെങ്കിൽ ഇവിടെ അതിന് സൗകര്യങ്ങളുണ്ടല്ലോ എന്നുള്ള വിശ്വാസം വന്നു. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ സാധാരണ കോളേജുകളിലെല്ലാം പഠിക്കുന്ന കുട്ടികൾ വളരെ പണ്ടൊക്കെ കോളേജിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റാത്ത ഏറ്റവും നമ്മുടെ ഗ്രാമപ്രദേശത്ത് നമ്മുടെ സാധാരണ വീടുകളിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന നമ്മുടെ HRD കോളേജായാലും പോളിടെക്നിക് ആയാലും മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജായൊക്കെ അവിടെ നിന്നൊക്കെ ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് അവിടെ വന്ന് പരിശീലനം നേടാൻ പറ്റുന്നുണ്ട്. പരിശീലനത്തിന്റെ കോഴ്സുണ്ട്, അവർക്ക് ജോലിക്കെടുക്കുന്നുണ്ട്. ജോലി നല്ല വെൽ പെയ്ഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സോഹോ വന്നതോടുകൂടി അവർക്കൊപ്പം ചില റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്. അതിനൊപ്പം R&D നടക്കുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കൊട്ടാരക്കരയിൽ പുതിയ ക്യാമ്പസിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ തുടങ്ങുന്ന ഈ വർക്ക് നിയർ ഹോമും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാസത്തിനകം ഇപ്പോൾ ഉള്ള സീറ്റ് കംപ്ലീറ്റ് ഫുള്ളായി പോകും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ 1-2 മാസത്തിനകം ആ സീറ്റ് മൊത്തം ഫുള്ളാവും. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടി വരും. കൂടുതൽ സൗകര്യത്തിനായിട്ട് നമ്മൾ IT പാർക്ക് കൊട്ടാരക്കര IT പാർക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. IT പാർക്കിന് സ്ഥലം കിട്ടി, ഷെഡ്യൂൾ ഇതായി, ടെൻഡറും ചെയ്തു. ആദ്യ ടെൻഡറിൽ വേണ്ടത്ര ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല, അതിന് വേണ്ടത്ര നമ്പർ ആളില്ല. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു 6-7 മാസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന പുതിയ തരത്തിലുള്ള ബിൽഡിംഗ് ആണ് അതിന് ഉദ്ദേശിക്കുന്നത്. 1,00,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എന്തായാലും വലിയ തുക ചെലവാകുന്നതാണ്. അപ്പോൾ അതും തൊട്ട് പിന്നാലെ പൂർത്തിയാകും. അങ്ങനെ പൂർത്തിയാകുമ്പോൾ അതിന്റെ ഗുണം ഒരു 1000-1500 പേർക്ക് ജോലി ചെയ്യാൻ ഇപ്പം തന്നെ കൊട്ടാരക്കരയിൽ ITS മേഖലയിൽ ജോലിയുണ്ട്. ഇത് കൂടാതെ അനുബന്ധമായിട്ട് ഇന്നിപ്പോൾ തന്നെ അസാപ്പിൽ പുതിയ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ ഇൻഡി വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇൻഡി വില്ലേജിന്റെ പ്രത്യേകത, വില്ലേജ് ഏരിയ, സ്മോൾ ടൗൺസ്, അവിടെ പോയിട്ട് 150 പേര് വരെ ജോലി കിട്ടുന്ന, 200 പേര് ജോലി കിട്ടുന്ന പാർക്കുകളാണ്. എന്ന് പറഞ്ഞാൽ അത് IT റിലേറ്റഡും മറ്റ് ITS റിലേറ്റഡും ആയിട്ടുള്ള ജോലികളാണ്. ഈ ഇവിടെ ഇപ്പോൾ അവർ ആരംഭിക്കുന്ന, അവർക്ക് ലോകത്തെ പല കമ്പനികൾക്കും അവരുടെ ഡേറ്റ പലതും കൊടുക്കാൻ പറ്റുന്ന പരിശീലനം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കൊളക്കട തന്നെ അവിടുത്തെ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. ഒരു 20,000 രൂപയ്ക്ക് മേലെ സ്റ്റാർട്ടിങ് ശമ്പളം അവിടെ തന്നെ കിട്ടുന്ന ജോലിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവിടെ വരികയാണ്. അതുപോലെ മറ്റ് ചില സ്ഥാപനങ്ങൾ, ഡ്രോൺ പാർക്ക്, ഡ്രോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് നടക്കുന്നതിനുള്ള സ്ഥാപനം വരുന്നു. അത് എഴുകോണാണ് വരുന്നത്. എഴുകോൺ ഇപ്പോൾ അതിന് അനുവദിച്ചു കഴിഞ്ഞു. എഴുകോൺ പോളിടെക്നിക്കിൽ അത് അനുവദിച്ചു കഴിഞ്ഞു.
ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എഴുകോണിൽ ഡ്രോൺ റിസർച്ച് പാർക്കിന്റെ ടെമ്പററി ആയിട്ടുള്ള അക്കോമഡേഷനും അതിന്റെ 2 കോഴ്സുകളും അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസ ഹബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുംപുറത്തെ ഓരോ വീട്ടിലെയും സാധാരണക്കാരായ കുട്ടികൾക്ക് തൊട്ടടുത്ത് ജോലി ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരേണ്ടത് വലിയ ആവശ്യമാണ്. അതിന് പറ്റുന്ന കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആദ്യത്തെ സെന്ററാണ് കൊട്ടാരക്കരയിലെ വർക്ക് നിയർ ഹോം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ജില്ലയിൽ നിന്നുള്ള 3 മന്ത്രിമാർ, ഇപ്പോൾ ഇവിടുത്തെ MLA എന്ന നിലയിൽ ഞാനതിൻ്റെ സംഘാടകനായിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ശ്രീ KB ഗണേഷ് കുമാർ മിനിസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി മിനിസ്റ്റർ, MP, പിന്നെ ജില്ലാ പഞ്ചായത്തുകൾ, എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരെല്ലാം പങ്കെടുക്കുന്ന ജനങ്ങളുടെ ഒരു ഉത്സവമായ ജനകീയ പരിപാടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് കൊട്ടാരക്കരയിൽ ഒരു റിമാർക്കബിൾ ആയിട്ട് സംഭവമായിട്ട് വരികയാണ്. കൊട്ടാരക്കരയിൽ ഇത് കൊട്ടാരക്കരയിലെ ഒരു മോഡലാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത്. കേരളത്തിലാകെ പറയാൻ പറ്റുന്നതാണ്. വർക്ക് നിയർ ഹോമിന് വേറൊരു കാര്യം കൂടിയുണ്ട്. വർക്ക് നിയർ ഹോമിന്റെ കൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിപ്പോൾ എല്ലായിടത്തും നമുക്ക് കൊട്ടാരക്കര തന്നെ എടുക്കാം, കൊട്ടാരക്കരക്കാരുണ്ട് ജോലി ചെയ്യുന്നവർ. പക്ഷേ വീട്ടിലെ ഉത്തരവാദിത്വം കാരണം അച്ഛനും അമ്മയും പ്രായമായി, അല്ലെ കുട്ടികളെ വളർത്തണം, ഇങ്ങനെ പലരും നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പം ഇവർക്കോട് വന്നാൽ ഇങ്ങനത്തെ ജോലികൾ ചെയ്യണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം, അല്ലെ പിന്നെ കൊച്ചി പോകണം, ഇൻഫോ പാർക്കിൽ പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് പോകണം, ബാംഗ്ലൂർ പോകണം. ആ ജോലി ഇവിടുന്ന് ചെയ്യാൻ പറ്റിയാലോ? ഇവരിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കുക പലരും. ആ ജോലി ഇവിടുന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 10-20 പുത്തൂരുള്ള ഒരാൾക്ക്, കൊളക്കടയുള്ള ഒരാൾക്ക്, കുന്നിക്കോടുള്ള ഒരാൾക്ക്, എഴുകോണുള്ള ഒരാൾക്ക് കൊട്ടാരക്കരയിലൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിച്ചു വന്ന് ജോലി കിട്ടുക. ഏകദേശം അവിടെ കിട്ടുന്ന സാലറി തന്നെ ഇവിടെ കിട്ടും. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റാണ് ഈ വർക്ക് നിയർ ഹോമിൻ്റെ, കോവർക്കിംഗ് സ്പേസിൻ്റെ അതും വരികയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ഈ വീടുകളിൽ ഉള്ള അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് ദൂരേക്ക് പോകാൻ, ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നവർ മാത്രമല്ല, ദൂരേക്ക് ജോലി തേടി പോകാൻ കഴിയാതെ വീടിൻ്റെ അടുത്തും തന്നെ ദിവസം പോയിട്ട് വരാൻ പറ്റുന്ന ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അഭ്യസ്ത വിദ്യർക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതൊരു വലിയൊരു മാതൃകാപരമായ പ്രൊജക്റ്റാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. അത് അതിൻ്റെ പരിപാടി ഒരു 3:30 മണിക്ക് 3 മണിക്കൊക്കെ യോഗം തുടങ്ങണമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. 3:45 കഴിയുമ്പോൾ CM വരും. ചീഫ് മിനിസ്റ്ററുടെ പിന്നെ മുഖ്യമന്ത്രിയുടെ 2 പരിപാടികൾ അന്ന് ജില്ലയിലുണ്ട്, 2-3 പരിപാടികളുണ്ട്. അപ്പോൾ ഇവിടെ ആ സമയത്തെത്തും. അതൊരു വലിയ പരിപാടിയായിട്ട് നമ്മുടെ സ്റ്റേറ്റിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മുടെ നാടിനതൊരു ബഹുമാനകരമായ പരിപാടിയാണ്. അതാണ് സന്തോഷകരമായ ഒരു കാര്യം. അപ്പം ഞാനിവിടെ പറഞ്ഞ അതിനോടനുബന്ധിച്ചുള്ള 2 ഇന്ത്യ വില്ലേജിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചു. അതിൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് ആണ്. ഇന്ത്യ വില്ലേജിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാരണം അത് ട്രെയിനിങ് നടത്തി കഴിഞ്ഞാൽ ഒരു അധികം താമസിയാതെ അവർക്ക് ഫസ്റ്റ് ബാച്ചിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞ ഡ്രോൺ പാർക്ക്, അതിപ്പോൾ അതിൻ്റെ ക്ലാസ് തുടങ്ങുന്ന സമയം അതിൻ്റെ സ്കീം നമുക്ക് പിന്നീട് അറിയിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സന്തോഷത്തോടെ പറയാനുള്ളത്, നമ്മുടെ ബൈപ്പാസിന് കിട്ടിയ അനുമതിയാണ്. ബൈപ്പാസ് വാസ്തവത്തിൽ ബൈപ്പാസിന് പുറകെ നിരന്തരമായി സർക്കാരിൻ്റെ പേപ്പറുകൾ നീക്കണമെങ്കിൽ ചെറിയ കാര്യമല്ലല്ലോ. സർക്കാരിൻ്റെ പേപ്പറുകൾ നിർത്തണമെങ്കിൽ ചെറിയ കാര്യമല്ലല്ലോ ഈ പേപ്പർ നീങ്ങണമെങ്കിൽ. അത് നിരന്തരമായി ഫോളോ ചെയ്തുകൊണ്ടേ ഇരുന്നേ പറ്റൂ. ഈ ഭൂമി ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ഒരു 3 കിലോമീറ്ററോളം നീളമുള്ള ബൈപ്പാസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വാസ്തവത്തിൽ ഒരു 2-3 വർഷമായിട്ട് അതിൻ്റെ പിന്നാലെ തന്നെയാണ് ലാൻഡ്. ആ ബൈപ്പാസിൻ്റെ പ്രത്യേകത ഏതൊരു സിറ്റിയിലും നമ്മൾ മേളിൽ കൂടെ ഒരു ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ അത്രയും വികസനത്തിന് സഹായിക്കില്ല. ഉദാഹരണത്തിന് മാർത്താണ്ഡം, ഞാൻ പറയുന്ന മാർത്താണ്ഡം കന്യാകുമാരിക്ക് പോകുന്നവർക്കറിയാം. മാർത്താണ്ഡം ടൗണിൽ ഇപ്പോൾ കാണാൻ പറ്റില്ല. പുതിയ വേറെ റോഡുകൾ വരുമ്പോൾ താഴെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം അല്ല നല്ലത് എന്നുള്ള അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ബൈപ്പാസ്, ആ ബൈപ്പാസ് ചെയ്യുമ്പോൾ വളരെ അകലക്കൂടെ ബൈപ്പാസ് ചെയ്താൽ പിന്നെ കൊട്ടാരക്കരയിൽ ആരും കാണില്ല. 5 കിലോമീറ്റർ അകലക്കൂടെ ബൈപ്പാസ് പോയാൽ കൊട്ടാരക്കര ആരും കാണാതെ പോകും. അതേസമയം അതിന് തൊട്ടടുത്തൂടെ വരുന്ന നമുക്ക് ഗോവിന്ദമംഗലം റോഡും സൗകര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഏറ്റവും കുറച്ച് ആളുകളുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നോക്കി സംസാരിച്ച് ഒരു കാര്യം അലൈൻമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലാൻഡെടുക്കണമെങ്കിൽ നടപടിക്രമം വളരെ കൂടുതലാണെന്ന് എനിക്കറിയാം. കാരണം 2-3 വർഷം എടുക്കും, സാധാരണ മിനിമമാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരണം, രണ്ടാമത് ഇതിന് മൊത്തം എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തണം. അതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് ലാൻഡിൻ്റെ 11-1 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന നടപടിക്രമം വരുവാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വാല്യുവേഷൻ സ്ഥലം എടുക്കലാണ്. പാരലായിട്ട് നമുക്ക് ഇതിന് DPR തയ്യാറാക്കി ഇത് പണിയാം. അപ്പോൾ പണി നമുക്ക് തുടങ്ങാൻ ഉടനെ പറ്റും. കാരണം കിഫ്ബിയാണ് അത് നോക്കുന്നത്. അതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. DPR എല്ലാം ആയി. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ബാക്കി നടപടിക്രമം കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ പണി നടക്കും. 300-350 കോടി രൂപയെങ്കിലും വരുന്ന 300 കോടി രൂപയെങ്കിലും വരുന്നൊരു വലിയ പ്രൊജക്റ്റാണ്. ഇതിക്കുള്ളിൽ വരുന്നൊരു വലിയ പ്രൊജക്റ്റാണ് ഇത്. MC റോഡിൻ്റെ പൊതുവികസനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. MC റോഡ് കുറേ സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ വരുന്ന ഒരു പദ്ധതിയാണിത്.
അതിപ്പം വരുന്നുള്ളത് വളരെ സന്തോഷമാണ്. കാരണം 10-40 കൊല്ലമായിട്ട് കൊട്ടാരക്കരയെ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഈ ട്രാഫിക് ബ്ലോക്ക് ചിലപ്പോൾ വന്നിട്ട് ആ ബ്ലോക്കിൽ പെട്ടെന്ന് കിടക്കുക. പാരലൽ റോഡുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഈ സ്ഥലമെടുപ്പിൻ്റെ ഒക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്നായ ഗുണമാണ്. ഇത് താമസം വരാതെ ചെയ്യുന്നതൊരു സന്തോഷം എന്നേ പറയാൻ കാര്യം. കൊല്ലം ബൈപ്പാസ് ഞങ്ങളൊക്കെ സ്റ്റുഡൻസായി പോകുന്നതിന് മുമ്പേ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുന്ന കാലത്തെ സ്ഥലം എടുത്തിട്ടുള്ളതാണ്. 1970 എടുത്തതാണ്. പക്ഷെ പണി തീർന്നത് അടുത്ത കാലത്താണ്. അപ്പോൾ ഈ അങ്ങനെയൊക്കെ ഒരു ചരിത്രം ഉള്ളപ്പോഴാണ് നമ്മുടെ ഇവിടെ ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നല്ല കാര്യമാണെന്ന് സ്പീഡിൽ ആക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമുക്ക് വേണ്ടത്. ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പാരലായിട്ടൊരു മെയിൻ റോഡ്. ഇപ്പം തന്നെ കൊട്ടാരക്കരയുടെ പ്രത്യേകത അതൊരു ഫുഡ് സ്ട്രീറ്റ്. ധാരാളം സ്ഥാപനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കൊട്ടാരക്കരയിൽ. മുമ്പ് ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ട് ഇവിടെ ചില വ്യവസായങ്ങൾ വികസിക്കില്ല എന്ന് പറഞ്ഞ് പോയതൊക്കെ മാറി ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട് ധാരാളം. ഇപ്പം ടൊയോട്ടയുടെ ഇപ്പോൾ ഒരു ഷോറൂമിൻ്റെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലയ്ക്ക് പുറത്ത് അവരുടെ ഷോറൂമുകൾ കുറവാണ്. ഇത് ജില്ലാ കേന്ദ്രത്തിലാണ് സാധനം വരിക. പിന്നെ ഫുഡിൻ്റെ ധാരാളം റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ പുതിയൊരു വലിയൊരു കോറിഡോർ പോലെ വരുന്ന സംവിധാനങ്ങൾ വരുമ്പോൾ വളരെ നന്നാവും. ഏതായാലും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഡെയിലി എന്ന ബേസിൽ നമ്മൾ ഫോളോ ചെയ്തിട്ട് നടന്നിട്ടാണ് ഈ ബൈപ്പാസിൻ്റെ അവസാനം വിലോൺ മണ്ണ് വന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ലാൻഡിൻ്റെ ബാക്കി കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. എന്തായാലും അതിന് DPRും ഫണ്ടും ബാക്കി കാര്യങ്ങൾക്കൊന്നും തടസ്സം വരാത്ത തരത്തിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമാണ് എന്നുള്ളൂടെ അത് പറയാം. ഈ രണ്ട് കാര്യങ്ങൾ പറയാനാണ്. ഏറ്റവും പ്രധാനം 19ന്റെ CMന്റെ പരിപാടി, അത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള പരിപാടിയാണ്. ഇതെന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ സ്ഥലം ഒന്ന് പോയി കണ്ടു കാണും, അല്ലെങ്കിൽ പോയി കാണണം. പണി നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് യോഗം നടക്കുന്നതിനപ്പുറത്ത് തന്നെയാണ്. പിന്നെ സോഹോയിൽ പിന്നെ പോയി കാണത്തില്ല അല്ലേ? സോഹോ ഇപ്പോൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് വളരെ നന്നായി അന്ന് ഉദ്ഘാടനം ചെയ്തതിനേക്കാൾ അതിന് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അവർ പിന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ളവരുടെ ക്യാമ്പസ് ആണല്ലോ. വർക്ക് ഫ്രം ഓക്യുപ്പേഷൻ ഫുൾ ആവുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു മാസം 2 മാസം ഫുൾ ആവുമെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം തന്നെ അതിൻ്റെ പകുതിയോളം ആളുകൾ എടുത്തു കഴിഞ്ഞു. കുറച്ച് കൂടുതൽ സീറ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ടേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ അതിപ്പോൾ തന്നെ കംപ്ലീറ്റ് ആവും. പിന്നെ ചില കമ്പനികളൊന്നും ലോക്കലായിട്ട് ആളുകളെ അവരെടുക്കണമല്ലോ. അവർക്ക് ആളുകളെ ഇപ്പം ചില മേഖലകളിൽ അവർക്ക് പറ്റുന്ന ആളുകളെ ലോക്കലായിട്ട് അവർ എടുക്കാനുള്ള റിക്രൂട്ട്മെൻറ്റ് നോക്കും. അങ്ങനെ അത് ഫുള്ളാവും എനിക്ക് ആരും സംശയമില്ല. അത് നമുക്ക് സ്ഥലം തികയാതെ വരും എന്നുള്ളതാണ് ഞാൻ കാണുന്ന പ്രശ്നം. ഇത് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് അത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലം എവിടെ കൊടുക്കും എന്നുള്ള പ്രശ്നമില്ല. ഇപ്പം തന്നെ അവിടെ അസാപ്പിൽ ഇപ്പോൾ കൊടുത്തേക്കുന്നത് കഴിഞ്ഞ് ഇനി കൂടുതൽ വരുമ്പോഴത്തേക്ക് അവിടെ ഇല്ല, സ്ഥലമില്ല. അത് ഞാൻ പറഞ്ഞതേ ഇവിടല്ല, കൊട്ടാരക്കരയല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും വർക്കിംഗ് ഹോം വരുന്നതിന്റെ ഭാഗമായിട്ട് അഡീഷണൽ ആയിട്ട് അത്ര എംപ്ലോയ്മെന്റ് ജനറേഷന്റെ ഭാഗം വരുന്നതാണ്. കൊട്ടാരക്കര വരുന്നല്ല. കൊട്ടാരക്കര ഞാൻ പറഞ്ഞത് അടുത്തൊരു 5 വർഷത്തിനകം ഒരു 5000 പേര് വർക്ക് ചെയ്യുന്ന വിവിധ സംവിധാനം വരും. ഇപ്പോൾ ഈ പറഞ്ഞ 1000-1500 പേരുടെ സൗകര്യം ഇപ്പോൾ തന്നെ ഒരു 2 കൂടെ ഒരു 400-500 പേരോളം ആയി. മറ്റേ സോഫോയും അവിടുത്തെ R&Dയും ഇതും കൂടെ വരുമ്പോൾ. അപ്പം ഇതിന്റെ ഒരു ലെവല് പുതിയ IT പാർക്കുകൾ വന്നാൽ 1000-ചില്ലാനം പേര്, അത് 1000-1500 പേര് വരെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പുതുതായിട്ട് നമ്മൾ രവിനഗറിൽ ഇപ്പോൾ ആരംഭിക്കുന്ന IT പാർക്ക്. IT മാത്രമല്ല, IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അത്രയും പേർക്ക് ജോലി കിട്ടാനുള്ള സൗകര്യം വരുമെന്നാണ്. ഇൻകം ജനറേഷൻ ഞാൻ പറഞ്ഞത് അതിനകത്ത് കേരളത്തിലാകെ ഈ എല്ലാ പഞ്ചായത്തിലും 5 ലക്ഷം തൊഴിലെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടല്ല ഓരോ പഞ്ചായത്തിലും വരണമെന്നാണ് വർക്ക് നിയർ ഹോം. വർക്ക് നിയർ ഹോം അങ്ങനെ വരുമ്പം 5 ലക്ഷം പേര് ജോലി ചെയ്യാൻ വരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനവും ബിസിനസ്സും എല്ലാം കൂടെ കേരളത്തിന്റെ GDP-യിലായി മാറും. GDP-യിൽ ഒരു ഇമ്പാക്ട് തന്നെ ഉണ്ടാവും. അത് തന്നെ ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഈ സോഹോ ആയാലും മറ്റേതായാലും അവിടെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നു. ഇപ്പൊ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വീടുകളിൽ നിന്നുള്ളവരാണ് ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് പോകുന്നത്. ഇതാദ്യമേ ഒരു പ്രചരണം അവർ നടത്തിയതാണ്. അതിന്റെ ചുറ്റുപാടുമുള്ള 100-1000 ജോലി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 ജോലി അഡീഷണൽ വരും. കാരണം റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, ഇപ്പൊ താമസിക്കാൻ സ്ഥലമില്ല. ഇപ്പൊ ഇവിടെ തന്നെ വന്നപ്പം താമസിക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് നേരിടുന്ന പ്രശ്നം. ഇത്രയും പേര് 100-ചില്ലാനം പേര്, 150 പേരേ ഉള്ളൂ, വലിയ നമ്പറില്ല. അത്രയും പേര് വരുമ്പോൾ അവർക്ക് ഒരു മുറി കിട്ടാൻ അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് വീട് കിട്ടാനുള്ള ആവശ്യത്തിന് വരും. ചായക്കട വേണം, ഭക്ഷണം വേണം, യാത്ര വേണം. ഇങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇമ്പാക്ട് വരിക. ഇപ്പം കൊട്ടാരക്കര ഒരു പുതിയ ബാങ്ക് വന്നു, അല്ലെ കൊട്ടാരക്കര ഒരു സർക്കാർ ഓഫീസ് വന്നു. സർക്കാർ ഓഫീസ് വരുമ്പോൾ ആ സർക്കാർ ഓഫീസിലുള്ളവർക്കെല്ലാം ജോലി കിട്ടും. PSC എവിടുന്നേലും കിട്ടും. അതേപോലെ ഈ ചുറ്റുപാടുള്ള എവിടുന്നേലും കിട്ടും. ആ കിട്ടുന്ന മാത്രമല്ല, ഡയറക്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി വഴി
ഇവിടെ ധാരാളം ഇതിന്റെ ഇമ്പാക്ട് ഇത് പുറത്തേക്ക് ഒരു IT ജോലിക്ക് 1.5 ജോലിയെങ്കിലും എക്സ്ട്രാ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കഴക്കൂട്ടം പോലുള്ള സ്ഥലത്തൂടെ പോയാൽ പണ്ട് 10-20 വർഷം മുമ്പ് പോയിട്ടുള്ള ആൾക്ക് ഇപ്പം ആ കഴക്കൂട്ടം കാര്യവട്ടം എങ്ങനെ ഇരിക്കുന്നറിയാലോ. അപ്പം മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിന് പറയും ഇതിന്റെ 2 തരത്തിലുള്ള ഗുണമുണ്ട്. ഒന്ന്, നമ്മുടെ ആളുകൾ ഇവിടെ തന്നെ ജോലി ചെയ്യും. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പോയിട്ട് വരാം, ഈ ഇൻകം അവർക്ക് ഉപയോഗിക്കാം. സിറ്റി പോയി കഴിഞ്ഞാൽ ഇവരുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ അവർക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതൊരു ഭാഗമാണ്. പിന്നെ ഈ പറഞ്ഞ ഇതൊക്കെ വന്നാൽ ഞങ്ങൾക്ക് എന്താ ഗുണം? ഞങ്ങൾക്ക് പറഞ്ഞാൽ സാധാരണ കശുവണ്ടി തൊഴിലാളിയുടെയും കയർ തൊഴിലാളിയുടെയും പിന്നെ റബ്ബർ ചെറിയ കൃഷിക്കാരൻ്റെയും മക്കളൊക്കെ തന്നെ ഈ ജോലി ഞാൻ എടുത്തു കാണിക്കാം. അവരോട് നമുക്ക് ചോദിക്കാം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ അവിടെ നോക്കിയോ, ഇപ്പം തന്നെ നെടുവത്തൂര് സ്ഥലത്തിന്റെ സാധാരണ ഇപ്പം ഭൂമിക്ക് വിലയില്ലല്ലോ. നെടുവത്തൂര് ഭൂമി ഒന്ന് അന്വേഷിച്ചു, അവിടുത്തെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചു, അവിടുത്തെ ഒരു എക്കണോമിയിൽ സജീവമായ ഒരു ഗുണം വരും. അത് സാധാരണക്കാർക്ക് ജോലി കിട്ടുന്ന ഇതൊക്കെ മറ്റുള്ള വലിയ കെമിക്കൽ ഫാക്ടറി ഒന്നും അല്ലല്ലോ, ഇത്ര ആൾക്ക് ജോലി കിട്ടുന്നതാണല്ലോ. ഇപ്പൊ തന്നെ അവർ പറഞ്ഞ ചില കമ്പനി പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾക്ക് ലോക്കലായിട്ട് ആളെ റിസോഴ്സ് ചെയ്യാൻ പറ്റുമോ? എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടൊരു കമ്പനി വരുന്നുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ആളെ കിട്ടുമോ? വേറെ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചില കമ്പനികളുണ്ട്. അവർക്ക് ഈ നാട്ടിൽ നിന്നുള്ള ആളെ കിട്ടണം. അവരവിടെ നിന്നും കൊണ്ടുവരല്ല. തിരുവനന്തപുരത്ത് നിന്നൊരു കമ്പനി വരുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കോഴിക്കോട് നിന്നൊരു കമ്പനി വരുന്നിരിക്കട്ടെ, അവര് ഇവിടുത്തെ ആളെ സോഴ്സ് ചെയ്യുക. അപ്പൊ ഇത് ഏതെങ്കിലും ചുറ്റുപാടുള്ള വീട്ടിൽ തന്നെ വരിക, അങ്ങനെ കിട്ടും. അത് ഏത് സ്ഥാപനം വന്നാലും അങ്ങനെ കിട്ടുന്നത്. ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത്. 24/7 ആണ് ഇവിടുത്തെ. അതെ, അവർക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് രാത്രിയിലെ പകലും അത്യാവശ്യം ജനറേറ്ററും ഇന്റർനെറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കി സെക്യൂരിറ്റി സംവിധാനം എല്ലാം അവരുടെ അങ്ങനെ ഉണ്ടാവുമെന്നുള്ളതില്ലേ പിന്നെ നമ്മുടെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് രാത്രി. കാരണം ഇത്തരം കമ്പനികൾ അങ്ങനെ പറ്റും. അമേരിക്കയിൽ പകലായിരിക്കുമ്പോൾ ഇവിടെ രാത്രി ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ അതിന്റെ ബാക്കപ്പ് സപ്പോർട്ട് കൊടുക്കുന്നത് ഇവിടെ കൊടുക്കേണ്ടി വരും. കിട്ടും. ഈ ഇത്ര മതി. ഈ 2 സീറ്റ് 4 സീറ്റ് ക്യാബിൻ അങ്ങനെ തന്നെയാണ് സംവിധാനം. സീറ്റിനാണ് ഒരു സീറ്റിനും കിട്ടുമായിരിക്കും. ഈ കുറച്ച് കുട്ടികൾ പുതിയ സ്റ്റാർട്ടപ്പ് മിക്കവാറും 1, 2, 3, 4 പേരായിരിക്കും. ഇവിടെ തന്നെ സ്റ്റാർട്ടപ്പ് ആയിട്ട് നല്ല സ്ഥാപനം നടത്തുന്ന ചില ചെറുപ്പക്കാർ ഉണ്ട്. അവരൊക്കെ അവിടോട്ട് വരുന്ന പറഞ്ഞു. എനിക്കറിയാവുന്ന അവരുടെ കൂടെയുള്ള ആളുകൾ അഹമ്മദാബാദ്, ഒറീസ അവിടെ നിന്നൊക്കെ ഉള്ളതാണ്. ഒറിജിനലി ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ വെളിയത്തുകാരനാണ്. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ വരും. ഇപ്പൊ ഈ ഇലക്ട്രിസിറ്റിയുടെ ഉദാഹരണം, ഈ നമ്മൾ വണ്ടി ചാർജ് ചെയ്യുന്നില്ലേ, ഇലക്ട്രിസിറ്റി വണ്ടി, ഇതിന്റെ സോഫ്റ്റ്വെയർ മൊത്തം ഡെവലപ്പ് ചെയ്യുന്ന ഒരു മേജർ കമ്പനികളോട് ചെറുപ്പക്കാരനാണ്, നമ്മുടെ കേരളക്കാരനാണ്. അവരിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരാ ഇതിന്റെ മൊത്തം മാനേജ്മെന്റാണ്, ബാക്കപ്പ് മാനേജ്മെന്റ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് പിന്നെ ആളുകളെ ലോക്കലായിട്ട് സോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഗുണമല്ല. ലോക്കലായിട്ട് കുറച്ച് ആളുകളെ അവർ സോഴ്സ് ചെയ്യും. ഇത് വരുന്ന സമയമാണല്ലോ. വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വാസ്തവത്തിന് എല്ലാത്തിനും അങ്ങനെ ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് പാവപ്പെട്ട ആളുകൾ പറഞ്ഞു കൊടുക്കും, ഇവിടെ ഇത് വന്നുകൊണ്ട് നമുക്കെന്ത് ഗുണം? ഈ സാധനങ്ങളൊക്കെ വന്നാൽ തന്നെ നമുക്കെല്ലാം ഗുണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടാവില്ല. ഇതിപ്പോ ഈ പദ്ധതിയുടെ കാര്യം പറഞ്ഞത് പൊതുവായ IT മേഖലയിലെ കാര്യം പറയുമെന്നുള്ളതല്ലാതെ വേറെ പദ്ധതി പ്രഖ്യാപനം സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. ഇതിനകത്ത് ഇപ്പൊ അത് കൈകാര്യം ചെയ്യുന്നത് KDISC ആണ് അത് നോക്കുന്നത്. KDISCന്റെ ഭാഗമായിട്ട് അതിനകത്ത് പിന്നെ ഇതൊരു പ്രത്യേക വിങ്ങായിട്ട് അവർ നോക്കുകയാണ്. KDISC ആണ്. KDISC ഈ റിസർച്ചും ഡെവലപ്മെന്റും അതിൽ നിന്ന് ഇന്നോവേഷനും ഡെവലപ്മെന്റും അതിൽ നിന്ന് ഒരു പ്രൊഡക്റ്റൊക്കെ ആക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ അത് റൈപ്പാകുമ്പോൾ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവരാ നോക്കുന്നത്. BSNL-ആയിട്ട് ഒറ്റ കാര്യമുള്ള ബന്ധം. BSNL അവർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചാണ് ആ കെട്ടിടം. അപ്പൊ അവര് അത് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മളത് 10 വർഷത്തേക്ക് ലോങ് ടൈം ലീസിന് എടുത്തു. അതൊക്കെ പിന്നെ അത് കൊമേഴ്സ്യലി പേ ചെയ്ത് തന്നെയാണ്. BSNL-ന്റെ സ്ഥലത്ത് വരുന്നതിനൊരു പ്രസക്തി ഇല്ല. സിറ്റിയുടെ നടുക്ക് ഒരു 10,000-12,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം, പാർക്കിങ്ങും എല്ലാം ഉള്ളത് കിട്ടിയത് അവിടെയാണ്. അത് നമുക്ക് പെട്ടെന്ന് തുടങ്ങണമെന്നുള്ളത് കെട്ടിടം പണിഞ്ഞൊക്കെ വന്ന സമയം എടുക്കുക. അതുകൊണ്ടാണ് അവിടെ തുടങ്ങിയത്. അപ്പോൾ അവിടെ ആകുമ്പോൾ അപ്പുറത്ത് ഹോട്ടലുണ്ട്, റോഡ്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം നല്ല ഒരു സ്ഥലമാണല്ലോ നമ്മളിപ്പോൾ തുടങ്ങുന്ന സ്ഥലം. അതുകൊണ്ട് അവിടെ തുടങ്ങി. അവിടെ ഇതിന്റെ ഭാഗമായിട്ട് 2 ദിവസം എക്സിബിഷൻ ഉണ്ട്. ഈ യങ്സ്റ്റേഴ്സിന്, കോളേജ് സ്കൂൾ സ്റ്റുഡൻസിന് ഇത് വന്ന് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ശരി. അപ്പം ഈ സ്റ്റാർട്ടപ്പ് കുറെ സ്ഥാപനങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്.
2 ദിവസം കുറച്ച് സ്റ്റുഡൻസ്, ഈ ഒരു ഉദ്ഘാടന പരിപാടി മാത്രമല്ല, സ്റ്റുഡൻസ് ഒക്കെ വന്ന് ഇത് കണ്ടുപോകാനൊക്കെയുള്ള ഒരു എക്സിബിഷൻ കൂടിയുണ്ട് 2 ദിവസം. ഇപ്പോഴത്തെ നില വെച്ച് നോക്കിയാൽ അതിനകത്ത് ഇനിയുള്ള അടുത്ത നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഭൂമിയുടെ വാല്യുവേഷൻ, ആളുകളെ വിളിച്ച് വാല്യുവേഷൻ ഉണ്ട്. വാല്യുവേഷൻ ഒരു നടപടിക്രമം. ഇപ്പം ആദ്യമേ അവിടുത്തെ മുഴുവൻ മരങ്ങളുടെ പിന്നെ അഗ്രികൾച്ചർ അങ്ങനെ 3-4 മേഖലയിലെ വാല്യുവേഷൻ നടത്തി. പിന്നെ ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഉണ്ടാവും, മറ്റുണ്ടാവും, വീടുകളുണ്ടാവും, കെട്ടിടങ്ങൾ, നിർമ്മിതികൾ, ഇത് ഓരോ വകുപ്പുകളാണ് നോക്കുന്നത്. അതിന്റെ വാല്യുവേഷന്റെ കുറെ ഒരു 90-80% പൂർത്തീകരിച്ചു. ഈ അഗ്രികൾച്ചറും മറ്റൊക്കെ എല്ലാം പൂർത്തീകരിച്ചു. ഫോറസ്ട്രി നോക്കണം ചിലത്, അങ്ങനെ ഫോറസ്റ്റ് വകുപ്പിന്റെ സഹായം വേണം. അത് കഴിഞ്ഞു. പിന്നുള്ളത് വീടുകളുടെ ഇപ്പോൾ ഉടനെ കഴിയും. പിന്നെ ആളുകളെ വിളിച്ചിട്ടേ ഈ വില നെഗോഷിയേറ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കണം. അതിന്റെ ഒരു നടപടിക്രമമുണ്ട്. പാരലായിട്ട് തന്നെ നമുക്ക് DPR ഈ സ്ഥലമാണല്ലോ, സ്ഥലം എന്തായാലും ഈ സ്ഥലം തന്നെയാണല്ലോ. അപ്പം എങ്ങനെയായിരിക്കണം അതിന്റെ പ്രോജക്റ്റ്, അതിന്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണെന്നൊക്കെ അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയ്ക്ക് നേരത്തെ തന്നെ ബോർഹോളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പണിയേണ്ടതെന്നുള്ള മോഡൽ, അതിന് കൃത്യമായ പ്ലാൻ ഉണ്ടല്ലോ. ഇപ്പം 4 വരിയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എവിടാണ് പാലമായിട്ട് പോകുന്നത്, ബാക്കി താഴ്ന്നു പോകുന്നത് എവിടെയാണ് എന്നൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അവർ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്, എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സാധാരണഗതി തുടങ്ങാൻ ഈ ലാൻഡിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ 1-2 മാസത്തിനകത്ത് തുടങ്ങാൻ പറ്റുമെന്ന് എൻ്റെ വിചാരം. പണി തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടെൻഡറിലേക്ക് പോകാൻ പറ്റുമായിരിക്കും. തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പ്രശ്നം ഉണ്ട് നമുക്ക്, അതിന്റെ അല്ലാതെ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും ഈ 11 കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ കാര്യം, പണ്ടൊക്കെ എന്താ പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഫണ്ടാണ്. ഇത് ഫണ്ട് റിസോഴ്സ് കണ്ടിട്ടുണ്ട്. ഫണ്ട് നമ്മൾ 300-350 കോടി കാണുന്ന ഒരു എസ്റ്റിമേറ്റാണ്. ഭൂമിയുടെ കാര്യം കഴിഞ്ഞാൽ അപ്പം തന്നെ ഭൂമിയുടെ പൈസ കൊടുക്കും.